സിഡ്നിയിൽ ഒരു അടിപൊളി ഫാമേഴ്സ് മാർക്കറ്റ് വരുന്നേ ഞങ്ങളോട് പോരെ. അപ്പൊ നമ്മൾ കാർ എടുത്ത് നേരെ പോകുന്ന റെഡ്ഫേണിലെ കാരേജ് വർക്ക്സ് ഫാമേഴ്സ് മാർക്കറ്റിലാണ്. റെഡ്ഫേൺ എന്ന് പറയുന്നത് സിഡ്നിയിലെ ഒരു പഴയ ഒരു സബർബാട്ടും. ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടില്ലേ, ഒരു ഇംഗ്ലീഷ് ഇറ്റാലിയൻ മോഡലാണ് ഈ വീടുകൾ. KPCയിലെടുത്ത കഥ പറയുന്ന പോലെ പണ്ടെന്ന് പറഞ്ഞങ്ങ് തുടങ്ങാം. 1800s റെഡ്ഫേണിന്റെ ട്രാൻസ്ഫോർമേഷൻ തുടങ്ങുന്നത് ഇവിടെ ഒരു റെയിൽവേ എക്സ്പാൻഷനും പിന്നെ അതോടുകൂടി ഒരു വർക്ക്ഷോപ്പ്, ട്രെയിനൊക്കെ റിപ്പയർ ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പും കൂടെ തുടങ്ങിയ പിന്നെയാണ്. അതാണ് ഈ കാരേജ് വർക്ക്സ് വർക്ക്ഷോപ്പ്. അത് കഴിഞ്ഞ് ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയും കൂടെ ആയിരുന്നു. കുറെ ഫാക്ടറീസ് ഒക്കെ ഇവിടെ തുടങ്ങി. അപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്ന ഈ റെയിൽവേസിലും ഫാക്ടറീസിലും പിന്നെ ഈ വർക്ക്ഷോപ്പിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ വർക്കിംഗ് ക്ലാസിന്റെ സബർബായി മാറി റെഡ്ഫേൺ. അപ്പൊ അന്നത്തെ എംപ്ലോയീസിന്റെ വീടുകളായിരുന്നു ഇതൊക്കെ. അപ്പൊ ഈ ഒരു ഇറ്റാലിയൻ സ്റ്റൈലിൽ ടെറസ് മോഡലിലൊക്കെ വീടുകൾ അന്ന് ആദ്യമായിട്ടാണ് ഉണ്ടായത്. അപ്പൊ നമ്മൾ ഈ പോകാൻ പോകുന്ന കാരേജ് വർക്ക്സ് ഫാമേഴ്സ് മാർക്കറ്റ് ഈ റെഡ്ഫേണിലാണ് ഉള്ളത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കഥയിലെ റെയിൽവേസും അതിന്റെ വർക്ക്ഷോപ്പൊക്കെ ഒരു ലേറ്റ് 1900s ഒക്കെ ആയപ്പോഴത്തേനും ക്ലോസ് ആയി. പക്ഷേ 2000s ഒക്കെ ആയപ്പോഴത്തേനും ഗവൺമെന്റ് ആ ഒരു അടഞ്ഞു കിടന്ന കാരേജ് വർക്ക്സിന്റെ വർക്ക്ഷോപ്പൊക്കെ റെനോവേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പബ്ലിക് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പരിപാടിക്കോ അല്ലെങ്കിൽ കൾച്ചറൽ ആർട്ടിനൊക്കെ ആയിട്ട് വിട്ടുകൊടുക്കുന്നു. അപ്പോൾ ഇതാണ് പണ്ടത്തെ കാരേജ് വർക്ക്സിന്റെ വർക്ക്ഷോപ്പ്. ഈ വർക്ക്ഷോപ്പിനകത്താണ് ഇപ്പോൾ ഉള്ള കാരേജ് വർക്ക്സ് ഫാമേഴ്സ് മാർക്കറ്റ്. ഇത് എല്ലാ സാറ്റർഡേയ്സും രാവിലെ 8 മണി തൊട്ട് 1 മണി വരെയാണ്. രാവിലെ നേരത്തെ വന്നു കഴിഞ്ഞാൽ എല്ലാം നല്ല ഫ്രഷ് ആയിട്ട്, ഇപ്പോൾ പൂക്കളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും ബ്രെഡ്സ്, പിന്നെ ഡയറക്ട്ലി ഫാമിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് നോക്കുന്ന അത്രയും നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്രൊഡ്യൂസൊക്കെ നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റും. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. ഭയങ്കര നല്ല വൈബാട്ടോ. മെയിൻലി ഫുഡ് ഐറ്റംസും അങ്ങനത്തെ ഫ്രഷ് പ്രൊഡ്യൂസ് ഒക്കെയാണ് കിട്ടുന്നത്. കണ്ടില്ലേ, ബ്രെഡൊക്കെ ആണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് ബേക്ക് ചെയ്ത് കൊണ്ടിരുന്നു. അതുകൂടാതെ ഇങ്ങനെ ഹണി, പിന്നെ അങ്ങനത്തെ സോസസ്, പിന്നെ ചെറിയ ഈറ്ററീസ് ഒക്കെ ഒത്തിരി ഉണ്ടാവുന്നുണ്ട് ഇവിടെ. നമ്മൾ രാവിലെ വന്നു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ചായിട്ടൊക്കെ മേടിച്ചിട്ട് നമ്മുടെ വയറ് നിറയുന്ന പോലെ ഒരു കുഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കെയിൽ മേടിച്ചു. കെയിലൊക്കെ നല്ല ഫ്രഷ് കെയിലാട്ടോ. ഇവിടെ വിലയും കുറവാണ്, പക്ഷെ നല്ല ഫ്രഷ് സാധനം കേട്ടോ. ഫ്ലവേഴ്സും ഭയങ്കര ചീപ്പാണ്. പിന്നെ ഈ മാർക്കറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പെറ്റ്സ് അലൗഡാണ്. അപ്പോൾ ഒത്തിരി ഡോഗ്സ് വരുന്ന ഒരു സ്ഥലമാണ് ഇത്. ഒരു കൺട്രീനെയോ സിറ്റീനെയോ മനസ്സിലാക്കണമെങ്കിൽ അത് നമ്മൾ താമസിക്കുന്ന സിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സിറ്റി ആയിക്കോട്ടെ, നമ്മൾ അവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസസിൽ മാത്രമല്ല പോകേണ്ടത്. ഇങ്ങനെ വരുന്ന ഫാമേഴ്സ് മാർക്കറ്റ്സിലോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഗ്യാതറിങ്സിലൊക്കെ നമ്മൾ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പോവുക ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കൺട്രിയുടെ ഒരു കൾച്ചറും ആ ലോക്കൽസിൻ്റെ ഒരു വൈബും നമുക്ക് നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. ഈ കാരേജ് വർക്ക്സ് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഫാമേഴ്സ് മാർക്കറ്റാണ് സിഡ്നിയിൽ. അപ്പോൾ ഇവിടെ രാവിലെ നേരത്തെ വരികയാണെങ്കിലാണ് ഏറ്റവും ബെസ്റ്റ്. ഫാമിലി ആയിട്ട് പിള്ളേരെയും കൊണ്ട് വരുന്നവരുണ്ട്, അല്ലാണ്ട് ഫ്രണ്ട്സ് ആയിട്ട് വരുന്നവരുണ്ട്, പിന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ വരെ ഇവിടെ വരുന്നുണ്ടോ. നല്ല ഫ്രഷ് പ്രൊഡ്യൂസും നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസും നമുക്ക് ഇവിടുന്ന് കിട്ടും. പിന്നെ ആണെങ്കിൽ വലിയ വിലയും ഇല്ല കേട്ടോ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാളും. അപ്പയ്ക്കും അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ കാരേജ് വർക്ക്സിന്റെ വിശേഷങ്ങൾ.